നിങ്ങൾ മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് ഇത് നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഉദാഹരണത്തിന്, നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് എങ്ങാനും മറ്റൊരാൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡ് എങ്ങനെയാണ് മറ്റൊരാൾ ഉപയോഗിക്കുക എന്ന്. നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മൊബൈൽ ലഭിക്കുന്ന വ്യക്തിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും സിം കാർഡ് ഉപയോഗിക്കാം. കാരണം നിങ്ങൾ സിം കാർഡ് ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങളുടെ മൊബൈലിലുള്ള സിം കാർഡ് എടുത്തിട്ട് അവരുടെ മൊബൈലിൽ ഇട്ടിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള സിം കാർഡ് വെച്ചിട്ട് പല ഫ്രോഡ് കോളുകളും അവർ ചെയ്യും. അതിനൊക്കെ ഉത്തരവാദി നിങ്ങളായിട്ട് മാറും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ഈ മൊബൈൽ നമ്പർ വെച്ചിട്ട് പല കാര്യങ്ങളും വെരിഫൈ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ മെയിൽ ID, അതുപോലെ തന്നെ ബാങ്ക് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഈ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ടായിരിക്കും വെരിഫൈ ചെയ്തിട്ടുണ്ടാകുക. അതൊക്കെ അവരും ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് ലോക്ക് ചെയ്തിടുക. അതെങ്ങനെയെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 4 ഡിജിറ്റ് പിൻ നമ്പർ വെച്ചിട്ടാണ് ഈ ഒരു സിം കാർഡ് ലോക്ക് ചെയ്യാൻ സാധിക്കുക. ഈ പിൻ നമ്പർ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അങ്ങനെ മറന്നിട്ട് തെറ്റായ പിൻ നമ്പർ, അതായത് 3ഓ 4ഓ അവസരം നിങ്ങൾക്ക് നൽകും. അങ്ങനെ തെറ്റായ പിൻ നമ്പറാണ് നിങ്ങൾ വെച്ചിട്ട് അത് ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ ഒരു സിം കാർഡ് ടെമ്പററി ബ്ലോക്ക് ആകും. അങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ PUK കോഡ് നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ ഇത് തുറക്കാൻ സാധിക്കുകയുള്ളൂ. PUK എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അൺബ്ലോക്കിംഗ് കീ. അത് നിങ്ങളുടെ കൈവശം ഉണ്ടാകണം. നിങ്ങൾക്കറിയാം, ഈ ഒരു പുതിയ സിം കാർഡ് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മുടെ മൊബൈൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വലിയ കാർഡ് ഉണ്ടല്ലോ, അതിൽ തന്നെ അടിയിൽ PUK എന്ന് എഴുതിയ ഒരു കോഡ് നമ്പർ കാണാം. അപ്പോൾ നിങ്ങൾ പറയും, ഇതൊക്കെ ആരാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മൊബൈലിൽ നിന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിൻ്റെ PUK കോഡ് എടുക്കുന്നത് എങ്ങനെയെന്നും കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് സിം കാർഡ് എങ്ങനെ ലോക്ക് ചെയ്തിടാം, ഇനി ലോക്ക് ചെയ്ത പിൻ നമ്പർ മറന്നുപോയ ആളാണെങ്കിൽ അവർക്ക് എങ്ങനെ PUK കോഡ് ലഭിക്കും എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ. അതിന് നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് സിം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സിം കാർഡ് ലോക്ക് എന്ന ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. ഇത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയുടെ അകത്തുള്ള സെറ്റിംഗ്സ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള സിം 1, സിം 2 രണ്ട് സിമ്മും കാണിക്കും. ഏതാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ സിം കാർഡ് ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 0000 അടിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാകും. ഞാൻ ഓൾറെഡി അത് മാറ്റിയിട്ട് 1 2 3 4 ആക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിം കാർഡ് ലോക്കാകും. ഇതാ കണ്ടോ, സിം കാർഡ് ലോക്കായിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേണ്ട എങ്കിൽ അത് ഓഫ് ചെയ്യണമെങ്കിലും നമ്മൾ കൊടുത്ത പിൻ നമ്പർ തന്നെ എൻ്റർ ചെയ്യണം. ഇവിടെ താഴെ ചേഞ്ച് സിം പിൻ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സിം കാർഡിൻ്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്ത പിൻ നമ്പർ ആദ്യം എൻ്റർ ചെയ്യണം, എന്നിട്ട് പുതിയൊരു പിൻ നമ്പർ എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ ഒരു പിൻ നമ്പർ മറന്നു പോയാൽ എന്ത് ചെയ്യണം? PUK കോഡ് എങ്ങനെ ലഭിക്കും? അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. നിങ്ങൾ ഉപയോഗിക്കുന്നത് ജിയോയുടെ സിം ആണെങ്കിൽ ജിയോയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇത് ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും, സെർച്ച് ഐക്കൺ. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ PUK എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഓപ്ഷൻസ് മുകളിൽ കാണാൻ സാധിക്കും, PUK കോഡ് ഇൻ മൊബൈൽ, അതുപോലെ തന്നെ ലോസ്റ്റ് സിം എന്ന ഓപ്ഷൻ. ലോസ്റ്റ് സിം, നിങ്ങളുടെ സിം നഷ്ടപ്പെട്ടാൽ ആ സിം നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനിവിടെ ഇൻ മൊബൈൽ എന്ന ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത ഉടനെ തന്നെ കണ്ടോ, ദാ ഇവിടെ PUK കോഡ് വന്നിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് എയർടെലിൻ്റെ സിം ആണെങ്കിൽ ദാ ഇവിടെ എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് PUK കോഡ് ലഭിക്കും. അത് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയും സെർച്ച് ബാർ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ PUK എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ല. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെയും നമുക്ക് PUK എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ വേറൊരു രൂപത്തിലാണ് സെറ്റിങ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ സിം റിലേറ്റഡ് ഇഷ്യൂ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ തന്നെ നിങ്ങൾക്ക് PUK കോഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കോട്ട് പോകണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. കാരണം 2026 വർഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മുകളിൽ 2026 എന്ന് കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വർഷം തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്.
അങ്ങനെ അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനി നമുക്ക് മാസവും ഡേറ്റും പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കും. ഓക്കെ, കൃത്യമായിട്ട് മാസവും ഡേറ്റും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് PUK കോഡ് ഇവിടെ ലഭിക്കും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇതാ ഇവിടെ PUK കോഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു SMS-ഉം വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെ SMS വരും, അതിലും PUK കോഡ് ഉണ്ടാവും. ഇനി എയർടെലും ജിയോവും ഒന്നും അല്ലാത്ത മറ്റേതെങ്കിലും സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സിം കാർഡിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ SMS ആയിട്ട് നിങ്ങൾക്ക് PUK കോഡ് അയച്ചു തരികയും ചെയ്യും. ഓക്കെ, മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, PUK കോഡ് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. അത് തെറ്റായിട്ടാണ് നിങ്ങൾ 3-4 തവണ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ആകും. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനേ സാധിക്കില്ല. നിങ്ങൾ വീണ്ടും ഈ ഒരു സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.